ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ്, ഒരു പപ്പായ കൊണ്ടുള്ള കിടിലൻ പായസം. നമുക്ക് ഈ പായസത്തിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഓരോന്നായി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി നല്ല പഴുത്ത പപ്പായ, അതൊരു ഇടത്തരം സൈസ് ഒരെണ്ണം. പിന്നെ ശർക്കര ഒരു 1/2 കിലോ. പിന്നെ തേങ്ങ ഒരെണ്ണം ചിരണ്ടിയത്. പിന്നെ കശുവണ്ടി 50 ഗ്രാം. കിസ്മിസ് 50 ഗ്രാം. പിന്നെ ഏലക്ക ഒരു 12 എണ്ണം, അത് നമുക്ക് നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തന്നെ നെയ്യും ആവശ്യത്തിന്. നമ്മളിപ്പോൾ പപ്പായ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയാണെങ്കിലും 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്ന രീതിയിൽ നന്നായിട്ട് പിരിഞ്ഞ് അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശർക്കരയിലാണ്. ശർക്കരയും ഉപ്പും അത് രണ്ടും റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല ബ്ലാക്ക് ശർക്കരയാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ബ്ലാക്ക് ശർക്കര ആയതുകൊണ്ട് അതിലല്പം ഉപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് അത്ര ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ശർക്കര അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉപ്പ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു വെള്ളത്തിൻ്റെ ഒരു ചൊവ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിനി നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഉരുളി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തു. ഈ നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ കശുവണ്ടി നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു. ഈ കശുവണ്ടി നമ്മൾ ഇതിനകത്തിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കാണാം, ശരിക്കും നന്നായിട്ട് തിളച്ച നെയ്യിലേക്കാണ് നമ്മൾ കശുവണ്ടി ഇട്ടത്. അതിൻ്റെ അടിഭാഗം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ എല്ലാ ഭാഗവും ശരിക്കും മൂത്ത് കിട്ടുന്ന രീതിയിലായി കഴിയുമ്പോൾ നമ്മളിത് കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ കിസ്മിസും നമ്മൾ അതേ നെയ്യിലിട്ട് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ കിസ്മിസ് മൂത്ത് വരുമ്പോൾ കാണാൻ നല്ല രസമാണ്. അത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ വീർത്ത് വരും. ഇതാ ഈ കാണുന്ന പോലെ നല്ല രസമാണ്. അത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ടുണ്ടത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി എല്ലാ സൈഡും നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കും. ഇനി അതേ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ആഡ് ചെയ്യുന്നത്. പപ്പായ ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാൽ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി ഇത് നമുക്കൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് ഈ പപ്പായ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അതിനായി നമുക്കൊന്ന് അല്പനേരം മൂടി വെക്കാം. ഇപ്പോൾ അല്പസമയം കഴിഞ്ഞു, നമ്മളിത് ഓപ്പൺ ചെയ്തു. ശരിക്കും ഇത് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇത് ഇപ്പോഴും വെന്തിട്ടില്ല. നമ്മളിത് അല്പനേരം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരത്തേക്ക് കൂടി നമ്മളിത് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായി അടച്ചു വെച്ച് വേവിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് വെന്ത് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പായ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അല്പസമയം നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ കാണാം, അതിൻ്റെ തേങ്ങാപ്പാലെല്ലാം വറ്റി ഒരു ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്കൊരല്പം നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം.
അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ശർക്കര പാനിയാണ്. ശർക്കര നമ്മൾ നന്നായിട്ട് ഉരുക്കി തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഇപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യും. ഇതാ നമ്മൾ അതും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നമ്മളൊന്ന് വരട്ടിയെടുക്കും. ഞാനൊന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുവാണ് ആദ്യം പറഞ്ഞത്, ശർക്കരയും ഉപ്പും റിലേറ്റഡ് ആണ്. അപ്പോൾ നല്ല കറുത്ത ശർക്കര ആണെങ്കിൽ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനകത്ത് ഓൾറെഡി ഉപ്പിൻ്റെ കണ്ടൻറ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് വരട്ടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് 1 പാലാണ്. 1 പാൽ നമ്മൾ മൊത്തത്തിൽ ആഡ് ചെയ്യുന്നില്ല, നമ്മൾ ബാക്കിയുള്ളത് അവസാനം നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ 1 പാൽ നമ്മൾ ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തിളച്ച് വന്നതിന് മുമ്പ് തന്നെ ഇത് ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 1 പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് വന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആദ്യമേ മൂപ്പിച്ച് വെച്ചാൽ നമ്മുടെ കശുവണ്ടിയും കിസ്മിസും ഉപയോഗിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പപ്പായ പായസം ഓൾമോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 1 പാലിൻ്റെ ബാക്കിയുള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കര പാനിയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഒരല്പം നീട്ടി കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസിലോട്ട് ആക്കിയെടുക്കും. അതിന് മുമ്പായി നമ്മളിപ്പോൾ അത് ആഡ് ചെയ്യുന്നത് ഏലക്ക പൊടിച്ചു വെച്ചതാണ്. അത് നമ്മൾ അതിൻ്റെ മേലിൽ തൂകി ഇതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ 1 പാലും ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്തു. ഇതാ നമ്മുടെ പപ്പായ പായസം റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റിയാണിത്. പലർക്കും ഇങ്ങനെ പപ്പായ കൊണ്ട് നമുക്കൊരു പായസം ഉണ്ടാക്കുന്നതിനെ പറ്റി അറിയില്ല. ഈവൻ ഞങ്ങൾക്ക് പോലും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു ആൻറ്റിയാണ് ഞങ്ങൾക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. അതുകൊണ്ട് ആൻറ്റിക്ക് ഒരു നന്ദി പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കുക. അത് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു സൂപ്പർ റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു.